ദേശീയ നേതൃത്വത്തിൽ കെ സുരേന്ദ്രന്റെ വരവ് രാജീവ് അനുകൂലികൾക്ക് പാറയാകുമോ? എന്താണ് കേരള ബി.ജെ.പി നേതൃത്വത്തിൽ സംഭവിക്കുന്നത് എന്നറിയാൻ കേന്ദ്രം സുരേന്ദ്രനെ നിയോഗിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖറും കെ സുരേന്ദ്രനും തമ്മിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സുരേന്ദ്രന്റെ പുതിയ സ്ഥാനമെന്ന് അടക്കം പറച്ചിലുകൾ. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ സംഘടനയ്ക്കുള്ളിലെ മേധാവിത്വം, തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേട്, അത് നടത്തിയവർക്കെതിരായ നടപടി, ഇതൊക്കെ ദേശീയ തലത്തിലെ മാറ്റങ്ങൾ പ്രതിഫലിക്കാൻ സാധ്യത എന്ന സൂചന. പുതിയ പദവി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ കൂടുതൽ സജീവമാക്കും. രാജീവ് ചന്ദ്രശേഖറും സുരേന്ദ്രനും തമ്മിൽ കാര്യമായ ഭിന്നതയിൽ, എന്നാൽ സംഘടനയുടെ നിർണായക സ്ഥാനങ്ങളിൽ ചില വ്യക്തികളുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ നിയോഗിച്ചവരാണ്. അവരോട് കെ സുരേന്ദ്രന് വിയോജിപ്പുണ്ട് എന്നാണ് കേൾക്കുന്നത്. ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അദ്ദേഹം MLA ആയി. അതോടെ അതിനുള്ള സാധ്യത കുറഞ്ഞു. MP-മാർക്കും MLA-മാർക്കും ദേശീയ തലത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ സാധാരണ BJP കൊടുക്കാറില്ല. സീനിയർ നേതാവായ മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കും എന്നായിരുന്നു പലരുടെയും കണക്കുകൂട്ടൽ. എങ്കിലും ജൂനിയറായ BB ഗോപകുമാറിനാണ് അവസരം കിട്ടിയത്. അതിനു പിന്നിലും രാജീവിനെ അനുകൂലിക്കുന്നവരാണ് എന്ന വിമർശനം ഉയർന്നിരുന്നു. PS ശ്രീധരൻ പിള്ളയ്ക്ക് പിൻഗാമിയായി പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തിയ സുരേന്ദ്രൻ 2020 ഫെബ്രുവരി മുതൽ 2025 മാർച്ച് വരെയാണ് സ്ഥാനത്തുണ്ടായിരുന്നത്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം കാര്യമായ സ്ഥാനങ്ങളൊന്നും ഇല്ലാതിരുന്ന സുരേന്ദ്രന് ഇപ്പോൾ ലഭിച്ച സുപ്രധാന പദവി സംസ്ഥാനത്തെ ഗ്രൂപ്പ് പോരിൽ വി മുരളീധര പക്ഷത്തിന് മേൽക്കൈ നൽകും എന്നുറപ്പാണ്. അതേസമയം PK കൃഷ്ണദാസ് പക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഘടനയിൽ ഉണ്ടായത്. ഗ്രൂപ്പ് പ്രതിനിധികൾക്കോ കൃഷ്ണദാസിന് തന്നെയോ പ്രാതിനിധ്യം ലഭിച്ചില്ല. കൃഷ്ണദാസിന് സ്ഥാനം ലഭിക്കുമെന്നൊക്കെയായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. കേരളത്തിലെ പ്രമുഖ വനിതാ നേതാവായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. ദേശീയ തലത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ളതാണ് പട്ടിക. എങ്കിലും അതിൽ ഇടം നേടാൻ ശോഭയ്ക്ക് സാധിച്ചില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുപ്പമുള്ള നേതാവായിരുന്നിട്ടും അനൂപ് ആന്റണിക്ക് സ്ഥാനമൊന്നും ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയം. അതേസമയം അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി ആവുകയും ചെയ്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ നിന്നും മത്സരിച്ച അനൂപ് 43,078 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്ത് വന്നു. സിറ്റിംഗ് MLA മാത്യു ടി തോമസിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടായിരുന്നു ഇത്. അനൂപ് ആന്റണിക്ക് ദേശീയ ഭാരവാഹിത്വം ലഭിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷെ അതും ഉണ്ടായില്ല. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകൻ കൂടിയ അനിലിന് ദേശീയ സെക്രട്ടറി സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെ കാണുമ്പോഴാണ് എന്താണ് ദേശീയ നേതൃത്വം ഈ രീതിയിൽ ഒരു മാറ്റം വരുത്തിയതിലൂടെ BJPയുടെ ദേശീയ നേതൃത്വം ഇങ്ങനെ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്, എന്താണ് അവരുടെ പദ്ധതി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ സജീവമാണ്. പ്രതീക്ഷിച്ചവരാരും ദേശീയ നിരയിലേക്ക് എത്തിയില്ല. എന്നാൽ പ്രതീക്ഷിക്കാതെ അവർ ദേശീയ നിരയിലേക്ക് വന്നത് BJPയിൽ ഒരു ശുദ്ധീകരണത്തിനുള്ള മുന്നോടിയാണോ എന്ന ചോദ്യം പ്രവർത്തകർക്കിടയിൽ രഹസ്യമായി ഉയർന്നു കേൾക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.